ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയും ഭവന നിർമ്മാണ ബോർഡിലും സർക്കാർ ആശുപത്രിയിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം തിരുവനന്തപുരം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനോടൊപ്പം പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് 7 രാവിലെ 10:30 തിരുവനന്തപുരം PMG ജംഗ്ഷനിലുള്ള യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ തൊഴിൽമേള സംഘടിപ്പിക്കുന്നുണ്ട്. +2, ITI, ഡിപ്ലോമ, ബിരുദം, ബിരുദാനന്തര ബിരുദം എന്നീ യോഗ്യതയുള്ള 40 വയസ്സിൽ താഴെ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എംപ്ലോയബിലിറ്റി സെൻറ്റർ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുന്നതിന് അവസരം ലഭിക്കും. ഒറ്റത്തവണയായി 300 രൂപ ഒടുക്കി രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തിരുവനന്തപുരത്തെയും മറ്റു ജില്ലകളിലെയും എംപ്ലോയബിലിറ്റി സെൻറ്ററുകൾ മുഖേന വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് ആഴ്ചതോറും നടത്തുന്ന അഭിമുഖങ്ങൾ, ജോബ് ഫെയർ എന്നിവയിൽ പങ്കെടുക്കാനാകും. തൊഴിലിന് ആവശ്യമായ സോഫ്റ്റ് സ്കിൽ, കമ്പ്യൂട്ടർ പരിശീലനങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ ലഭ്യമാക്കും. വിശദ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ആലപ്പുഴ എംപ്ലോയബിലിറ്റി സെൻറ്റർ വഴി ജില്ലയിലെ പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് മെൻറ്റർ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടി 24 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്തവർക്കും രജിസ്ട്രേഷൻ ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അഭിമുഖം മാർച്ച് 7 രാവിലെ 9:30 ആലപ്പുഴ എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ നടക്കും. സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യം ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് 10 രാവിലെ 10:30 കോഴിക്കോട് എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ വെച്ച് തൊഴിൽമേള സംഘടിപ്പിക്കുന്നുണ്ട്. +2, ITI, ഡിപ്ലോമ, BTech, MTech, ബിരുദം, MBA എന്നീ യോഗ്യതയുള്ള 40 വയസ്സിൽ താഴെ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അവസരം ലഭിക്കുക. ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, പോപ്പുലർ വെഹിക്കിൾ, SLR ഇലക്ട്രിക്കൽസ് ആൻഡ് എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്നീ സ്ഥാപനങ്ങളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട്, മലപ്പുറം എന്നീ ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. മുൻപരിചയം ഇല്ലാത്തവർക്കും അവസരങ്ങളുണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം. അപ്പോൾ എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ ഇൻ്റർവ്യൂവിന് റെസിപ്റ്റ് ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് സ്ത്രീകളുടെയും കുട്ടികളുടെയും സർക്കാർ ആശുപത്രിയിൽ CSSD തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിലുള്ള നിയമനത്തിന് മാർച്ച് 7 രാവിലെ 10:30 ആശുപത്രി കോൺഫറൻസ് ഹാളിൽ അഭിമുഖം നടത്തുന്നുണ്ട്. യോഗ്യത CSSD ടെക്നീഷ്യൻ കോഴ്സും 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് കോഴ്സ് പൂർത്തിയാക്കിയവർക്കും മുൻഗണന ലഭിക്കും. പ്രായപരിധി 40 വയസ്സ് വരെയാണ്. താല്പര്യമുള്ളവർ നിങ്ങളുടെ അപേക്ഷ, ഫോട്ടോ പതിച്ച ബയോഡേറ്റ, ആധാർ കാർഡ്, യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവയുടെ അസലും പകർപ്പും സഹിതം ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് കോഴിക്കോട് ഡിവിഷൻ ഓഫീസിലും കോഴിക്കോട് മേഖല ഓഫീസിലും കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ, ഓവർസിയർ സിവിൽ നിയമനങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷ നേരിട്ടോ ഇമെയിലായോ മാർച്ച് 7 സമർപ്പിക്കണം. ഇമെയിൽ REKKD@kshb.in. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ റാന്നി പെരുന്നാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ്, ആംബുലൻസ് ഡ്രൈവർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നുണ്ട്. ലാബ് ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ് തസ്തികകളിൽ അപേക്ഷിക്കുന്നവർ ബയോഡേറ്റയും പാരാമെഡിക്കൽ കൗൺസിൽ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പും, ആംബുലൻസ് ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ ബയോഡേറ്റയും ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസിൻ്റെ പകർപ്പും സഹിതം മാർച്ച് 7 വൈകിട്ട് 3 മുമ്പ് അപേക്ഷ സമർപ്പിക്കണം. റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്നവർക്കും മുൻപരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.